പത്തനംതിട്ട ജില്ലയിൽ സമ്പൂർണ്ണ വിജയമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേടിയെടുത്തതെങ്കിൽ ഇക്കുറി LDFന് 5 സീറ്റും നഷ്ടപ്പെട്ടേക്കാവുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അടൂർ, കോന്നി, റാന്നി, ആറന്മുള, അതുപോലെ തന്നെ തിരുവല്ല, ഈ 5 അസംബ്ലി സെഗ്മെന്റുകൾ ചേർന്നതാണ് പത്തനംതിട്ട ജില്ല. ഇതിനകത്ത് 5 സീറ്റുകളും കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥികൾ വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കത്തോടെ വിജയിച്ചെടുത്തു. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകില്ല എന്നുള്ളത് മാത്രമല്ല, പത്തനംതിട്ട CPIM ഉണ്ടായിരിക്കുന്ന കടുത്ത വിഭാഗീയത അതെല്ലാ തരത്തിലും CPIM നേതാക്കളെയും LDFിലെ മറ്റ് ഘടകകക്ഷികളെയും പരാജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് വാസ്തവമാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത്, തിരുവല്ല MLA ആയിട്ടുള്ള മാത്യു ടി തോമസ് LDFുമായുള്ള ബന്ധം ഉപേക്ഷിച്ച്, ജനതാദൾ സെക്യുലർ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസുമായി സഹകരിക്കാൻ വേണ്ടിയുള്ള മനോഭാവത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കാരണം ജനതാദൾ സെക്യുലർ വാസ്തവത്തിൽ BJPയുമായി സഖ്യം ചേർന്നിട്ട് നാളുകളേറെയായി. അതായത് മോദി മന്ത്രിസഭയിൽ നിലവിൽ JDSന്റെ നേതാവായിട്ടുള്ള കുമാരസ്വാമി ക്യാബിനറ്റ് മന്ത്രിയാണ്. കേരള ഘടകം JDS എടുക്കുന്ന തീരുമാനം BJPക്ക് പ്രതികൂലമാകരുത് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നുമുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്യു ടി തോമസിന് BJPയുമായി സഹകരിക്കാൻ കഴിയില്ല. കേരളത്തിൽ ഏതെല്ലാം സമരപരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം BJPയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വ്യക്തിയാണ് മാത്യു ടി തോമസ്. അതുകൊണ്ട് തന്നെ അത്തരം നടപടിക്രമങ്ങളെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകില്ല എന്നതുകൂടി വളരെ വ്യക്തമാണ്. ആറന്മുള MLA വീണ ജോർജിനെ മാറ്റേണ്ടതിൻ്റെ അനിവാര്യത പത്തനംതിട്ടയിലെ മുൻ ജില്ലാ സെക്രട്ടറി, CPIMന്റെ മുൻ ജില്ലാ സെക്രട്ടറി ഉദയഭാനു തന്നെ തുറന്നടിച്ചിട്ടുള്ള കാര്യമാണ്. വീണ ജോർജിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം നോക്കിയല്ല അവർക്ക് സീറ്റ് കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർക്ക് CPIMുമായി യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് അവർക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് കൊടുത്തത് CPIMലെ മറ്റ് പാർട്ടി പ്രവർത്തകരെ നിർവീര്യമാക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് തുറന്നടിച്ചിരുന്നു. എന്നാൽ അതുപോലെ തന്നെ കോന്നി നിയോജക മണ്ഡലം, ഒരുപക്ഷെ വിസ്തീർണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം എന്ന് പറയാവുന്ന കോന്നിയിൽ കഴിഞ്ഞ തവണയും ജനീഷ് കുമാർ വിജയിച്ചു. വാസ്തവത്തിൽ ജനീഷ് കുമാർ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. അടൂർ പ്രകാശ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച 2019 ഒഴിവ് വന്നപ്പോഴാണ് കോന്നിയിൽ ബൈ ഇലക്ഷൻ നടന്നതും അവിടെ ജനീഷ് കുമാർ വിജയിച്ചത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അടൂർ പ്രകാശ് തിരിച്ചു വന്നാൽ പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കോന്നി നിയോജക മണ്ഡലം. അത്രയേറെ ആഴത്തിലുള്ള ബന്ധം അടൂർ പ്രകാശിന് കോന്നിയിലെ വോട്ടർമാർക്കിടയിലുണ്ട്. 23 കൊല്ലമാണ് 1996 മുതൽ 2019 വരെ കോന്നിയെ അടൂർ പ്രകാശ് നിയമസഭയിൽ പ്രദാനം ചെയ്തത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പത്തനംതിട്ടയിലെ 5 നിയോജക മണ്ഡലങ്ങളും ജയിച്ചെടുക്കാനുള്ള കെൽപ്പ് UDFനുണ്ട്. കാല് വാരാതിരുന്നാൽ അത് മികച്ച രീതിയിൽ നടത്തിയെടുക്കാൻ കഴിയും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.